ശബരിമലയിലെ സ്പോൺസർഷിപ്പ് ഇടപാടുകളിൽ വൻ ക്രമക്കേട് കണ്ടെത്തിയെന്ന് ഇഡി. ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് നിന്ന് നിർണായക രേഖകൾ പിടിച്ചെടുത്തു. തട്ടിപ്പിന് ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പം ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരും കൂട്ടുനിന്നുവെന്ന് ഇഡിയുടെ സുപ്രധാന കണ്ടെത്തൽ. സ്വർണ്ണ കവർച്ചയിലൂടെ ഉണ്ണികൃഷ്ണൻ പോറ്റി വൻതോതിൽ സ്വത്ത് സമ്പാദിച്ചു. സ്മാർട്ട് ക്രിയേഷൻസിന്റെയും ഗോവർദ്ധന്റെയും ഇടപാടുകളിലും ദുരൂഹതയുണ്ടെന്നും തട്ടിപ്പിലൂടെ സമ്പാദിച്ച സ്വത്തുക്കൾ ഉടൻ കണ്ടുകെട്ടുമെന്നും ഇഡി അറിയിച്ചു. നിതിൻ സേവ്യർ വിവരങ്ങൾ നൽകും. നിതിൻ, വളരെ നിർണായക വിവരങ്ങളാണ് ഇഡിക്ക് ലഭിച്ചതെന്ന് മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ തട്ടിപ്പിന്റെ കൂടുതൽ വിവരങ്ങൾ, സ്പോൺസർഷിപ്പിലടക്കം വലിയ തട്ടിപ്പുകളും ക്രമക്കേടുകളും ഉണ്ട് എന്നുള്ള വിവരങ്ങൾ, അപ്പോൾ നടപടിയും ഉണ്ടാകും. സ്വത്ത് കണ്ടെത്തുന്നതടക്കമുള്ള നടപടികൾ, അതിൽ പ്രധാനമായും ആരുടെയൊക്കെ പേരുകളാണ് പരാമർശിക്കുന്നത്? ഇഡി റിപ്പോർട്ടിൽ എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ കേസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം നടത്തിയ റെയ്ഡുകളിലാണ് ഇത്തരത്തിലുള്ള നിരവധി രേഖകൾ, നിർണായകമായ രേഖകൾ പിടിച്ചെടുത്തിട്ടുള്ളത്. അതിൽ ഈ SIT അന്വേഷിക്കുന്നതിനും അപ്പുറം ചില കാര്യങ്ങൾ ഇഡിക്ക് ലഭിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇഡി സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടാണ് അന്വേഷണം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള റെയ്ഡ് നടത്തിയതെങ്കിലും ഇതിൽ മറ്റു പല ക്രമക്കേടുകളും ഇഡി കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാവുന്നത്. ശബരിമലയിലെ സംഭാവനയും നെയ്വിതരണവും അടക്കമുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ വലിയ ക്രമക്കേടുകൾ കണ്ടെത്തിയിട്ടുണ്ട്. അതിനൊപ്പം തന്നെ ശബരിമലയിൽ നടന്ന വിവിധ പരിപാടികളിൽ സ്പോൺസർഷിപ്പുമായി ബന്ധപ്പെട്ടുള്ള വലിയ സാമ്പത്തിക ക്രമക്കേടുകളിൽ അല്ലെങ്കിൽ സ്പോൺസർഷിപ്പ് ഇടപാടുകളിൽ വലിയ സാമ്പത്തിക ക്രമക്കേടുകൾ കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ് ഇഡി പറഞ്ഞിട്ടുള്ളത്. ഇന്നലെ ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് നടത്തിയ റെയ്ഡിൽ ഇതുമായി ബന്ധപ്പെട്ട നിർണായക രേഖകൾ പിടിച്ചെടുത്തു എന്നാണ് ഇഡി വൃത്തങ്ങളിൽ നിന്നും നമ്മൾ മനസ്സിലാക്കുന്നത്. ഒപ്പം തന്നെ ഈ സ്വർണ്ണക്കൊള്ള കേസിലും ഒപ്പം തന്നെ സ്പോൺസർഷിപ്പുമായി ബന്ധപ്പെട്ട കേസുകളിലും ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പം തന്നെ ദേവസ്വം ബോർഡിലെ ചില ഉദ്യോഗസ്ഥരും ഈ തട്ടിപ്പുകൾക്ക് കൂട്ടുനിന്നു എന്നുകൂടി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടെത്തിയിട്ടുണ്ട്. ശബരിമലയിലെ മറ്റ് ക്രമക്കേടുകളിലൊക്കെ തന്നെ നിർണായകമായ വിവരങ്ങൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് കിട്ടിയിട്ടുണ്ട്. ഈ സ്വർണ്ണ കവർച്ചയിലൂടെ ഉണ്ണികൃഷ്ണൻ പോറ്റി വലിയ തോതിലുള്ള സ്വത്ത് സമ്പാദനം നടത്തിയെന്നാണ് നിലവിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടെത്തിയിട്ടുള്ളത്. ഈ സ്വത്ത് ഉപയോഗിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റി വാങ്ങിക്കൂട്ടിയ ആസ്തി സംബന്ധിച്ച് അല്ലെങ്കിൽ സ്വത്ത് സംബന്ധിച്ച് രേഖകൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ നിന്നും ഇഡിക്ക് ലഭിച്ചിട്ടുണ്ട്. ഒപ്പം സ്മാർട്ട് ക്രിയേഷൻസിന്റെയും ഗോവർദ്ധന്റെയും ഇടപാടുകളിലും വലിയ തോതിലുള്ള ദുരൂഹത എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടെത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് പോറ്റിയായുള്ള സാമ്പത്തിക ഇടപാടുകൾ, സ്മാർട്ട് ക്രിയേഷൻസിന്റെ സാമ്പത്തിക ഇടപാടുകളിലൊക്കെ വലിയ തോതിലുള്ള ദുരൂഹതയുണ്ട് എന്നാണ് ഇഡി ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. നിലവിൽ ഇഡിയുടെ അന്വേഷണ പരിധിയിൽ 35 പേരും 8 സ്ഥാപനങ്ങളുമാണ് ഉള്ളത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. 13 പ്രതികളാണ് SITയുടെ അന്വേഷണ പരിധിയിലുള്ളതെങ്കിൽ ഇഡി അതിനുമപ്പുറം 35 ആളുകളിലേക്കും 8 സ്ഥാപനങ്ങളിലേക്കും ഇഡിയുടെ അന്വേഷണ പരിധി എത്തുന്നു എന്നാണ് മനസ്സിലാകുന്നത്. ഈ പിടിച്ചെടുത്ത രേഖകൾ പരിശോധിച്ച ശേഷമായിരിക്കും ഈ സ്വത്ത് കണ്ടുകെട്ടുന്ന നടപടികളിലേക്ക് കടക്കുക. അതിനുശേഷം ഈ പ്രതികളെ ചോദ്യം ചെയ്യുന്നതടക്കമുള്ള നടപടികളിലേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കടക്കും. 35 ആളുകളും പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളിലൊക്കെ റെയ്ഡ് നടത്തുമ്പോഴും ഇഡി തന്ത്രിയെ വിട്ടു. ഇന്നലെ തന്ത്രിയുടെ വീട്ടിലോ വസതികളിലോ സ്ഥാപനങ്ങളിലോ ഒന്നും റെയ്ഡ് നടത്തിയിട്ടില്ല. അപ്പോൾ നിലവിൽ നടത്തിയ റെയ്ഡിന്റെ തുടർച്ച എങ്ങനെയായിരിക്കും? തന്ത്രിയുടെ കേസിൽ എങ്ങനെയായിരിക്കും ഇനി ഇഡിയുടെ നീക്കം? SIT പ്രതി ചേർത്ത മുഴുവൻ പ്രതികളുടെയും വീട്ടിൽ റെയ്ഡ് നടത്തുന്നു എന്നാണ് ഇഡി ആദ്യം പറഞ്ഞിരുന്നത്. പക്ഷേ പിന്നീട് തന്ത്രിയുടെ വീട്ടിൽ അല്ലെങ്കിൽ തന്ത്രിയുടെ പേര് ആ ലിസ്റ്റിൽ നിന്നും ഒഴിവാക്കുകയായിരുന്നു. ഇന്നലെ നടത്തിയ റെയ്ഡിൽ SIT പ്രതി ചേർത്തതിൽ തന്ത്രി ഒഴികെ എല്ലാവരുടെയും വീട്ടിൽ റെയ്ഡ് നടത്തി. പക്ഷേ തന്ത്രിയുടെ വീട്ടിലോ അതുമായി ബന്ധപ്പെട്ടോ റെയ്ഡുകൾ നടത്തിയിട്ടില്ല, പരിശോധനകൾ നടത്തിയിട്ടില്ല. തന്ത്രിയുടെ വീട്ടിൽ റെയ്ഡ് നടത്താത്തതിന് നിലവിൽ ഇഡി കൃത്യമായ ഒരു ഉത്തരം നൽകുന്നില്ല. തുടർ പരിശോധനകളിൽ തന്ത്രിയെ കൂടി ഉൾപ്പെടുത്തുമോ എന്ന കാര്യത്തിലും ഇപ്പോൾ ഒരു ക്ലീൻ ചീറ്റ് എന്തായാലും നിലവിൽ തന്ത്രിക്ക് നൽകിയിട്ടില്ല. പക്ഷേ ഇനി വരുന്ന അന്വേഷണങ്ങളിൽ അല്ലെങ്കിൽ നടപടികളിൽ തന്ത്രി ഉൾപ്പെടുത്തുമോ എന്ന കാര്യവും ഇഡി തുറന്ന് പറയുന്നില്ല. ഏതായാലും ഈ തന്ത്രിയുമായി ബന്ധപ്പെട്ട് വാജ്യവാഹന കൈമാറ്റവുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക ഇടപാടുകളിൽ ക്രമക്കേടുണ്ട് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ അതിൽ തന്ത്രി ഉൾപ്പെട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ തന്ത്രിക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന കാര്യങ്ങളും ഇഡി അതിൽ വ്യക്തമാക്കുന്നില്ല. മറ്റുള്ള പരിശോധനകൾ, പിടികൂടിയ ഈ രേഖകൾ പരിശോധിച്ച ശേഷമായിരിക്കും തുടർ നടപടികൾ. പ്രത്യേകിച്ച് ഈ ദേവസ്വം ബോർഡ് ആസ്ഥാനത്തടക്കം വീണ്ടും പരിശോധന നടത്തേണ്ടതുണ്ട് അല്ലെങ്കിൽ വീണ്ടും റെയ്ഡ് നടത്തേണ്ടതുണ്ട് എന്നാണ് ഇഡി ഉദ്യോഗസ്ഥർ പറയുന്നത്. കൂടുതൽ കൃത്യമായ പ്രത്യേകിച്ച് ഈ സാമ്പത്തിക ഇടപാടുകളടക്കം വലിയ തോതിലുള്ള ഒരു ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പരിശോധന ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് നടക്കണമെന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പറയുന്നത്. പക്ഷേ എപ്പോഴും ഈ തന്ത്രിയുടെ കാര്യത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഒന്നും വിട്ടു പറയുന്നുമില്ല. നിതിൻ സേവ്യർ ആണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഇഡിയുടെ റെയ്ഡിൽ വളരെ നിർണായകമായ വിവരങ്ങൾ കൂടി കണ്ടെത്തിയിരിക്കുന്നു.